രക്ഷപ്പെട്ടു. വീരപ്പൻ കുറിപ്പിന്റെ സ്റ്റേഷൻ അതിർത്തിയിൽ നിന്ന് വളരെ ദൂരെ ആയതുകൊണ്ട് ഇനി അയാൾക്ക് മഷിയിട്ട് നോക്കിയാൽ പോലും നമ്മളെ കണ്ടുപിടിക്കാൻ പറ്റില്ല. എത്ര നേരം വേണമെങ്കിലും സ്വസ്ഥമായിട്ട് ഇവിടെ ഇരിക്കാം. അങ്ങനെ ഇപ്പൊ സ്വസ്ഥമായിട്ട് ഇരിക്കണ്ട. നീ പോയി കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചുണ്ടോ? എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്. എന്നാ നീയും കൂടി വാ, നമുക്ക് ഒരുമിച്ച് പോയാൽ തട്ടുകടയിൽ നിന്ന് എന്തെങ്കിലും കഴിക്കാം. ഏയ് ഞാനില്ല. ടിവിയിൽ ഇന്റർവ്യൂ കണ്ട ആരെങ്കിലും എന്നെ കണ്ട പിന്നെ വിശേഷങ്ങളായി ചോദ്യങ്ങളായി ഉത്തരങ്ങളായി എനിക്ക് വയ്യ. ചോദ്യോത്തരം ഒന്നും ഉണ്ടാവില്ല, പെരുമാറിലേ ഉണ്ടാവുള്ളൂ. പെരുമാറില്. എന്താടാ പേഴ്സ് ഞാൻ നിന്റെ തന്ന? എന്റെ കയ്യില് പേഴ്സാ. നീയാ? പേഴ്സ് കാണുന്നില്ല. തമാശ കളിക്കല്ലേ? അമ്മച്ചിയാണ് തമാശ കളിച്ചല്ല, പേഴ്സ് കാണുന്നില്ല. അതിനൊരു വഴിയുണ്ട്. ഇങ്ങനെ വന്നേ, അവിടെ ഇരുന്നേ, അവിടെ ഇരി. നമ്മുടെ വണ്ടിയിൽ. എന്റെ വണ്ടി? നിന്റെ വണ്ടിയിൽ. എന്റെ അമ്മോ, നിന്റെ വണ്ടിയിലെ നിന്റെ അച്ഛന്റെ ഫോട്ടോയിൽ കോർത്തിട്ടിരിക്കുന്ന ആ സ്വർണ്ണ പതക്കില്ലേ, ഞാൻ ഇന്നാളെ കയ്യിൽ വെച്ച് തൂക്കി നോക്കി. ഒരു പവനോളം തൂക്കം ഉറപ്പായിട്ടുണ്ട്. അതിന് കാശ് കിട്ടുമ്പോ തിരിച്ചെടുക്കാം. വിൽക്കണ്ട, പണയം വെച്ചാ മതി. 2000 കുറയാതെ കിട്ടും. ഇപ്പൊ പറഞ്ഞിരിക്കട്ടെ, ഇനി ഇത് ആവർത്തിച്ചണ്ടല്ലേ 2 കഷ്ണാക്കി കളഞ്ഞ. 2 കഷ്ണാക്കി 1000 വെച്ചല്ലേ കിട്ടുള്ളൂ. പിന്നെ അത് വിളക്കി ചേർക്കാൻ കാശ് വേറെയും വേണ്ടേ? നിന്നെ കഷ്ണാക്കുന്ന പറഞ്ഞേ. അച്ഛന് പ്രസിഡന്റ് എന്ന് കിട്ടിയ പതക്ക പട്ടിണി കിടന്ന് ചത്താലും ഞാനിത് വിൽക്കില്ല. അത് മാത്രല്ല, ആ വണ്ടിയിലുള്ള സകല സാധനങ്ങളും എന്റെ അച്ഛൻ വാങ്ങിച്ചതാ. അതിന്ന് ഒരു തുരുമ്പിത്തോളം പോലും ഞാൻ സമ്മതിക്കില്ല. അപ്പൊ പിന്നെ എങ്ങും തൊടാൻ പറ്റൂല. എന്താ പറ്റി പറഞ്ഞേ? നീ എന്നെ അങ്ങോട്ട് കൊല്ല്, എന്നിട്ട് ഒരു കുഴി കുഴിച്ച് മൂടിയിട്ട് ആ ബസ് എന്റെ മുകളിൽ വെക്ക്. ദുബായിൽ നല്ലൊരു ഷെയ്ക്കിന്റെ അണ്ടറിൽ ജോലി ചെയ്യേണ്ട ഞാനാണ്. എന്റെ പാസ്പോർട്ട് കറണ്ട് ആ എലിയില്ലേ, ആ എലിയിലെ എന്റെ കൈ കിട്ടിയ കൈ ആള് മാറി അടിച്ചു പോയി. സോറി. പുഴയെ ചാടി ആത്മഹത്യ ചെയ്യാൻ വന്നവരാണോ? അതെന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, നിന്ന് പരിഗണന കണ്ടോണ്ട് ചോദിച്ചതാണ്. ഞങ്ങൾ അതിനൊന്നും വന്നവരല്ല, വാടകയ്ക്ക് ഒരു മുറി നോക്കി വന്നതാ. വാടകയ്ക്കോ? മന്ത്ലി ആണോ ഡെയിലി ആണോ? അയ്യോ, ഞങ്ങൾക്ക് 1 മണിക്കൂർ നേരത്തേക്ക് മതി. വലിയ വാടകയൊന്നും ഇല്ലാത്ത കുറച്ചേരം സംസാരിച്ചിരിക്കാനാ. ചേട്ടൻ വലിയ സംസാരപ്രിയനാണല്ലേ? ഡെയിലി സംസാരിക്കാറുണ്ടോ? വല്ലപ്പോഴും ഒക്കെ. എനിക്ക് നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സഹായിക്കണമെന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ ഹോട്ടലെല്ലാം ഭയങ്കര വഴിയുണ്ട്. Walking in the moonlight, I'm thinking of you. നിലാവുള്ള രാത്രിയിൽ നീ എന്നെ പറ്റി ചിന്തിച്ചിരിക്കാണ്. ചിന്തിക്കാൻ പറ്റിയ ഒരു ജന്തു പിശാച് മറക്കാൻ ശ്രമിക്ക. എല്ലാം മറക്കാൻ ഞാനൊരു സാധനം തരാം. എന്താ ഇത്? ഇതിങ്ങനെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ വെള്ളമൊക്കെ ചേർത്തിട്ട് ന്യായമായി ചേർത്തിട്ട് ഇതാ ഇങ്ങനെ അടിച്ച് വാള് വെക്കൂലേ, വിസ്കി വിസ്കി. നീ എന്തിനാ അങ്ങോട്ട് നോക്കണ? വണ്ടി അവിടെ ഉണ്ട്. നീ അടിച്ച് വീലാൻ വേണ്ടി വണ്ടിയുടെ വീലെങ്ങാനും ഒരു വിറ്റ. നിന്നാണ് എന്നാണ് വണ്ടിയുടെ ബമ്പർ തൊട്ട് സത്യം ചെയ്തിട്ടുണ്ടല്ലോ അടിച്ച് ഞാൻ. എവിടെ നടന്നത്? ചരിത്രം പൗരതരം അറിഞ്ഞിട്ട് നീ കഴിക്കുന്നുണ്ടെങ്കിൽ കഴിക്കണ്ട. അതിന്റെ കൂടെ കഴിക്കാൻ വല്ലതും ഉണ്ടോ? കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? കഴിക്കാനൊന്നുമില്ല, വേണമെങ്കിൽ മണക്കാൻ അമൃതാജ്ഞം തരാം. എന്നാ 2 എണ്ണം ഒഴുക്കി. 2 എണ്ണോ? ഇതാള് തണ്ടറാണേ. അതൊന്നും കുഴപ്പമില്ല. എന്ത് പണ്ടാറില്ല അവിടെ. തലക്കടിച്ച് ബോധമില്ലാണ്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാല്ലേ, സ്വസ്ഥ ഉണ്ടാവില്ല. സുന്ദരോ, എന്താടാ വണ്ടിയിലൊരു വെളിച്ചം? അത് മിന്നാമിനിങ്ങായിരിക്കും. മിന്നാമിനിങ്ങിന് ഇത്രയും വെട്ടോ? ചിലപ്പോ അത് ഫാമിലി ആയിട്ട് വന്നിട്ടായിരിക്കും. അവിടെ എന്താ കുടുംബയോഗോ? അവരായി അവരുടെ പാടായി, അവരെന്തെങ്കിലും ചെയ്യട്ടെ. നമ്മളെന്തിനാ അങ്ങോട്ട് നോക്കണത്? ഇത്രയേടല്ലേ. എന്നാലും എന്റെ വണ്ടിക്കകത്ത് എന്താ നടക്കണെന്ന് ഞാൻ അറിയണ്ടേ? നീ ഇപ്പൊ അങ്ങോട്ട് പോകണ്ട, ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞ് പോയാൽ മതി. 1/2 മണിക്കൂർ? അതെന്താ? മൊത്തം 1 മണിക്കൂർ വേണമെന്ന് അവര് പറഞ്ഞതേ. ആര്? ഒരു ഫാമിലി, ഒരാണും പെണ്ണും 1 മണിക്കൂർ നേരത്തേക്ക് അവർക്ക് എന്തോ സംസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാനൊരു അഡ്ജസ്റ്റ്മെന്റ് നടത്തിയതാ. അതിന്റെ അഡ്വാൻസ് ഉണ്ട് ഇതൊക്കെ വാങ്ങിയത്. ഇത്രയും വെളിച്ചോണ്ടൊക്കെ അവർ നിന്നെ അറിയിക്കുന്നു ഞാൻ അറിഞ്ഞ. അല്പം നേരത്തേക്കൊന്ന് കണ്ണടച്ചൂടെ? എന്റെ അച്ഛന്റെ ഓർമ്മയ്ക്കായിട്ട് കൊണ്ടു നടക്കുന്ന വണ്ടിയാണെന്ന് എനിക്ക് അറിഞ്ഞൂറാ. ഒരു 1/2 മണിക്കൂർ നേരത്തേക്ക് അച്ഛനെ മറന്നാ നമുക്ക് ബാലൻസ് 100 രൂപ കിട്ടും. നീ പോയി അവരെ ഇറക്കി വിടുന്നത് ഞാനിവിടെ ചെല്ലണോ? ഈ വണ്ടി കൊണ്ട് നമുക്കാ ഗുണമില്ല, നാട്ടുകാർക്കെങ്കിലും പ്രയോജനം ഉണ്ടാവട്ടെ.
ഇതുകൊണ്ട് അടി മേടിക്കാനല്ലാതെ അരി മേടിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ? 1000 തവണ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ള ബസ്സിനെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കരുത്. ശവ വണ്ടിയാക്കാൻ പോലും പറ്റാത്ത ഈ പാട്ടയെ ബസ് എന്ന് നീ അല്ലാതെ മറ്റാരും വിളിക്കില്ല. എന്താണ് നീ ശവ പറഞ്ഞത്? വണ്ടിന്ന് കൊല്ലൂടെ ഞാൻ ഇന്ന്. ബാലൻസ് ഞാനാണെടാ. കല്ലെടുക്കരുത്. കല്ലെടുക്കാൻ എങ്ങനെ എറിയൂടാ പന്ത്? എറിയരുത്. എറിയരുത്. താമരാക്ഷം പിള്ളേരെ മറ്റേ അടിച്ചു പോയേ. കൊല്ലൂടെ ഞാൻ. കൂട്ടുകാരൻ എന്നെ തല്ലാൻ വന്നേ. എടാ നീ മതിൽ ചാടരുത്. അന്നേരം ഏഴുതാടാ. എന്നാ ഞാനും ചാടും. മിസ്സാകൂടാ, കയ്യിലിരിപ്പാതാ.